അമൃതകുംഭത്തിൻ്റെ മൃദുഭാവങ്ങൾ ചൂടുന്ന കുംഭകോണം. കുംഭകോണത്തെ അതിപ്രസിദ്ധമായ ഐരാവതേശ്വര ക്ഷേത്രം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ക്ഷേത്രമാണ്. തഞ്ചാവൂർ കുംഭകോണത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 3 ക്ഷേത്രങ്ങളാണ് ഇത്തരത്തിൽ കാണാനുള്ളത്. ഒന്ന് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം, 2 ഐരാവതേശ്വര ക്ഷേത്രം കുംഭകോണത്തിലേക്ക് പോകുന്ന വഴി, ഇനി ഒന്ന് ഗംഗൈക്കൊണ്ട ചോളപുരം. ഈ 3 ക്ഷേത്രങ്ങളും വ്യത്യസ്തമായ ഐതിഹ്യങ്ങളാണ് ഉള്ളത് എങ്കിലും തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിന് സമാനമായ കാഴ്ചകളാണ് ഇവിടെ ധാരാസുരം എന്ന പ്രദേശത്തുള്ള ഐരാവതേശ്വര ക്ഷേത്രത്തിനുള്ളത് എന്ന് മനസ്സിലാക്കാം. ധാരാസുരം എന്നാണ് ഈ പ്രദേശത്തിൻ്റെ നാമം. ഇന്ദ്രൻ്റെ വാഹനമായ ആ വെളുത്ത ആന തപസ് ചെയ്ത പ്രദേശമാണ് ഇത്. തൻ്റെ നിറം മങ്ങുന്നു എന്ന തോന്നൽ ആനയ്ക്കുണ്ടാകുന്ന കാലത്ത് അല്ലെങ്കിൽ ഐരാവതത്തിനുണ്ടാകുന്ന കാലത്താണ് ഇവിടെ വരുന്നതും മഹാദേവനെ ഉപാസിക്കുന്നതും. അങ്ങനെ ഉപാസിച്ച പ്രദേശം പിന്നീട് ഐരാവതത്തിൻ്റെ തന്നെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു. തൻ്റെ നിറം കുറയുന്നു എന്ന ചിന്തയെ അല്ലെങ്കിൽ തൻ്റെ ശക്തി കുറയുന്നു എന്ന ചിന്തയിൽ നിന്ന് ഐരാവതം തൻ്റെ ശക്തിയിലേക്ക് വീണ്ടും നടന്ന പ്രദേശം, അതായത് തിരിച്ചു പിടിക്കലിൻ്റെ പ്രദേശം. അതുതന്നെയാണല്ലോ മഹാദേവൻ എപ്പോഴും ചെയ്യുന്നത് അല്ലേ. എന്തൊക്കെ നമ്മളിൽ വേദനകളുണ്ടാകുന്നു, എവിടെയാണ് നമ്മൾ പൂർണ്ണമായും ഇല്ലാതെയായി അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നത്, അവിടെ നിന്ന് നമ്മളിതിനെ പുനരാവിഷ്കരിക്കുവാൻ നമുക്ക് പുതുതായി തുടങ്ങുവാനുള്ള ശക്തി ഊർജ്ജങ്ങൾ നൽകുന്ന മഹാദേവൻ. ആ മഹാദേവനാണ് ഐരാവതേശ്വരനായി നിലകൊള്ളുന്നത്. ഐരാവതത്തിന് മോക്ഷം നൽകുകയും ഐരാവതത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് പൂർണ്ണ ഫലസിദ്ധി നൽകുകയും ചെയ്തതിനു ശേഷം മഹാദേവൻ്റെ സാന്നിധ്യം പിന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കാലങ്ങളേറെ കഴിഞ്ഞ് രാജരാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെ കാലത്ത്, പിന്നീട് ബൃഹദീശ്വര ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുന്ന കാലത്ത്, ആ സമയത്ത് ഈ ഒരു പ്രദേശം, അന്ന് ഐരാവതം തപസ്സിരുന്ന പ്രദേശത്ത് ഒരു വൃദ്ധയായ സ്ത്രീയാണ് താമസിച്ചിരുന്നത്. പശുക്കളെ വളർത്തി പാൽ വിറ്റ് ജീവിച്ചിരുന്നൊരു സ്ത്രീ. അവരുടെ വീടിന് മുന്നിൽ ഒരു പടുകൂറ്റൻ കല്ലുണ്ടായിരുന്നു. ആ കല്ലിൽ ശിവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുവെന്ന് ആ അമ്മ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ശിവഭക്തയായ അമ്മ അവിടെ ആ കല്ലിനെ ശിവലിംഗമായി കരുതി ഉപാസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ദിവസം രാത്രി ഭഗവാൻ സ്വപ്നത്തിലെത്തുകയും ഈ കല്ല് ആ മന്നന് നൽകണം എന്ന് പറയുകയും ചെയ്തു. ഏത് മന്നൻ എന്ന് പോലും അമ്മയ്ക്ക് അറിയണ്ടായില്ല. പക്ഷേ അതേസമയം രാജരാജേന്ദ്ര ചോളൻ ഒന്നാമനും ഇതുപോലെ തന്നെ മഹാദേവൻ ദർശനം നൽകുകയും ഇന്നയിടത്ത് ഒരു പ്രത്യേകമായ ശിലയുണ്ട്, അത് എടുത്തുകൊണ്ട് വരികയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 80 ടൺ ഭാരമുള്ള ആ ശില ഇവിടെ നിന്ന് ഉരുട്ടിക്കൊണ്ടു പോവുകയും ഇവിടെ നിന്ന് നേരെ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ആ വലിയ താഴികക്കുടത്തിലുള്ള സ്തൂപമായി നിലകൊള്ളുകയും ചെയ്യുന്നത്. അന്ന് ഇവിടെ നിന്ന് ആ കല്ല് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഐരാവതത്തിൻ്റെ പ്രാർത്ഥനയുടെ അംശം ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഈ കല്ല് കൊണ്ടുപോയതിനു ശേഷവും അത്തരത്തിലൊരു പ്രദേശത്തിൻ്റെ സാന്നിധ്യം, ചൈതന്യം ഇവിടെ നിറഞ്ഞു നിന്നിരുന്നു. 12ാം നൂറ്റാണ്ടിൽ രാജരാജേന്ദ്ര ചോളൻ രണ്ടാമൻ ആ സാന്നിധ്യത്തെ, ചൈതന്യത്തെ തിരിച്ചറിയുകയും ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയുമാണ് ചെയ്തത്. ഏതാണ്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിലെ നിർമ്മാണ രീതികളെല്ലാം ചോള നിർമ്മാണ രീതിയുടെ മകുടോദാഹരണമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ഐരാവതേശ്വര ക്ഷേത്രം. ഐരാവതം ഉപാസിച്ചത് കൊണ്ടും അതുപോലെ തന്നെ പിന്നീട് ഐരാവതത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് ക്ഷേത്രം ഉണ്ടാകണമെന്ന തോന്നലുണ്ടായതുകൊണ്ടും ഐരാവതം എന്നത് ആനയുടെ ശക്തി, ഗജത്തിൻ്റെ ശക്തിയാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ടും ഗജത്തിൻ്റെ ശക്തി രാജകീയമായ ചിഹ്നമാണ് എന്നതുകൊണ്ടുമൊക്കെ ഐരാവത ക്ഷേത്രം ചോള നിർമ്മാണ ശൈലിയുടെ മകുടോദാഹരണമായി നിൽക്കുകയാണ്. കുംഭകോണത്ത് നിരവധി പരിഹാര ക്ഷേത്രങ്ങളുണ്ട്. എന്താണ് പരിഹാര ക്ഷേത്രങ്ങൾ? നമ്മുടെ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തുന്ന ഇടങ്ങൾ. അതിലൊരു പരിഹാര ക്ഷേത്രമാണ് ഐരാവതേശ്വരം. എന്ത് പരിഹാരം എന്നല്ലേ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതിപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടോ ഒക്കെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിരന്തരമായിട്ടുണ്ടെങ്കിൽ വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ തീരുന്നതിന് ഇവിടെ വന്നൊന്ന് ദർശിച്ചാൽ മതിയെന്നാണ് അതിനൊരു പരിഹാരം. അതായത് വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇവിടെ സംഭവിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇതുകൂടാതെ പിതൃക്കളാൽ പകർന്നു കിട്ടിയ എന്തെങ്കിലുമൊക്കെ പാപകർമ്മങ്ങളുടെ ഒരു സ്വാധീനം നമ്മളിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ജാതകത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി. രാഹുദോഷം, നാഗദോഷം എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ മാറുന്നതിനും ഐരാവത ക്ഷേത്രത്തിലെ ദർശനം ഉചിതമായി കരുതുന്നുണ്ട്. പ്രത്യേകത്തിലുള്ള പൂജകളോ ഒന്നും വേണ്ട, ദർശിച്ചാൽ തന്നെ പാപത്തിന് പരിഹാരം എന്നുള്ളതാണ് വിശേഷമെങ്കിലും ഇവിടെ വന്ന് ശിവക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിലെ വിശേഷമായ വഴിപാടുകളിൽ ഏതെങ്കിലും ഒന്ന് നടത്തുകയോ അല്ലെങ്കിൽ നടയിൽ ഒരു പണം വയ്ക്കുകയോ ചെയ്താൽ മാത്രം പോലും സകലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നു. അപ്പോൾ ഐരാവത ക്ഷേത്രം ഒരു പരിഹാര ക്ഷേത്രമാണ്. അകത്തേക്ക് ചെന്നാലോ കാണുവാനുള്ളത് വിശേഷമായ കാഴ്ചകളാണ്.
ഈ നമ്മുടെ ശരീരത്തിൽ വരുന്ന അസുഖങ്ങൾ മാറുന്നതിന്, അതായത് നമ്മുടെ ശരീരത്തിലെ ത്വക്കിനൊക്കെ തൊലിപ്പുറത്ത് നമുക്ക് ചിലപ്പോൾ ഒരു തരം പൊള്ളുന്ന പോലുള്ള അവസ്ഥകൾ പോലുള്ള രോഗങ്ങൾ വരാറുണ്ടല്ലോ. പലപ്പോഴും അത്തരത്തിലുള്ള അസുഖങ്ങൾ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ മാറുന്നു. അതിന് യമൻ തന്നെ ഇവിടെ നേരിട്ട് വന്ന്, യമൻ ഇത്തരത്തിലൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയും യമൻ നേരിട്ട് വന്ന്, യമൻ എന്ന് പറഞ്ഞാൽ കാലൻ അഥവാ ധർമ്മരാജാവ്, അദ്ദേഹം ഇവിടെ വന്ന് മഹാദേവനെ ഉപാസിക്കുകയും മഹാദേവനെ ഉപാസിച്ച് അദ്ദേഹം സ്നാനം ചെയ്ത തീർത്ഥം ഇവിടെ യമതീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ശരീരത്തിന് വരുന്ന ത്വക്ക് രോഗങ്ങൾക്ക് ഒരു ശാന്തി എന്ന രീതിയിലും ഐരാവതം ക്ഷേത്രത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അവിടെ ഇപ്പോഴും നമുക്കൊരു യമ തീർത്ഥം കാണാം, അതൊരു കിണർ കാണാം. ആ കിണറിലെ ജലം ത്വക്ക് രോഗങ്ങൾ മാറ്റുന്നതിന് ഉചിതമായി കരുതുന്നുണ്ട്. വിശാലമായൊരു ക്ഷേത്രാങ്കണമാണ്. ഇവിടേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അഗ്നിദേവൻ്റെ ഒരു നിരവധി വിഗ്രഹങ്ങളുണ്ട്. അകത്തെ ഗർഭശ്രീകോവിലേക്ക് ക്യാമറ പ്രവേശിപ്പിച്ചില്ല. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ അഗ്നിദേവൻ്റെ ഒരു രൂപം കാണാം. കയ്യിൽ കണ്ണാടി പിടിച്ചു നിൽക്കുന്ന അഗ്നിദേവൻ്റെ രൂപമുണ്ട്. അതുകൂടാതെ ഇവിടെ ദക്ഷിണാമൂർത്തി ഭാവത്തെ പ്രകടമായും വ്യക്തമായും കാണാം. ഇതുകൂടാതെ ഗംഭീരമായൊരു മഹിഷാസുരമർദ്ദിനി രൂപം, മഹിഷത്തിന് മേലേറി നിൽക്കുന്ന ഭഗവതിയുടെ രൂപം, അങ്ങനെ നിരവധി ശില്പങ്ങൾ, വിഗ്രഹ സമാനമായ ശില്പങ്ങൾ കൊണ്ട് നിബിഡമായൊരു ക്ഷേത്രമാണ് ഐരാവതേശ്വര ക്ഷേത്രം. ഐരാവതേശ്വര ക്ഷേത്രം ഒരു വലിയ കാഴ്ചയും ഒരു മഹത്തായ അനുഭവമാണ്. Moksha, Journey to the Self.